തുടങ്ങാന്നാല് അല്ലേ? ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അമ്മ മലയാളം എന്ന ബുക്കില് എന്താണ് ഫസ്റ്റ് പാഠം വിദ്യ തന്നെ മഹാധനം അല്ലെ? നോക്കിയിട്ടുണ്ടോ? ആരും നോക്കിയിട്ടുണ്ടാവില്ല. ഇപ്പൊ മിസ് പറയുന്ന സമയത്തായിരിക്കാം ഈ ടെക്സ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തത് അല്ലെ? വിദ്യ തന്നെ മഹാധനം എന്നാണ് പാഠത്തിന്റെ പേര്. അപ്പൊ വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യ എന്തറിയാം നിങ്ങൾക്ക് വിദ്യ എന്നതിനെ പറ്റി? ആർക്ക് പറയാം? പറഞ്ഞു. ജസ്റ്റിസ്. അറിവ് അല്ലെ? അറിവ്. അറിവാണ് മഹാധനമായിട്ട് നമുക്ക് ജീവിതത്തിൽ ഉള്ളത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? വിദ്യ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മഹാധനം. ധനം എന്ന് പറഞ്ഞാൽ എന്താ? പണം അല്ലെ? ഒരുപാട് പണവും പ്രശസ്തിയും ഒക്കെ വരുന്നത് എങ്ങനെയാ? വിദ്യ ഉണ്ടെങ്കിൽ. വിദ്യ ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെ മുന്നിലും തല ഉയർത്തി നടക്കാം അല്ലെ? ഓക്കെ, അപ്പോ അറിവ് സമ്പാദിക്കാനാണ് നിങ്ങൾ വിദ്യാലയത്തിൽ എത്തുന്നത് അല്ലെ? വിദ്യ സമ്പാദിക്കാനാണ് നമ്മൾ എവിടെ പോകുന്നത്? വിദ്യാലയത്തിൽ. വിദ്യാലയം എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂൾ അല്ലെ? അപ്പൊ നമ്മള് വിദ്യ, നല്ല നല്ല അറിവുകൾ കിട്ടാൻ ആണ്. വെറും എഴുത്തും വായന എന്നതല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാ കാര്യത്തിലുമുള്ള അറിവ് ലഭിക്കാനാണ് നമ്മൾ വിദ്യാലയത്തിൽ എത്തുന്നത്. അപ്പോ അവിടുന്നാണ് നിങ്ങൾക്ക് ചെറുപ്പത്തിലേ കിട്ടുന്ന വിദ്യ ഉണ്ട്. അത് കൂടാതെ കൂടുതൽ നിങ്ങൾക്ക് വിദ്യ കിട്ടുന്ന ഇവിടെ വിദ്യാലയത്തിൽ അല്ലെ? അപ്പോ അതാണ് ഇവിടെ ഫസ്റ്റ് പാഠത്തില് ഉദ്ദേശിക്കുന്നത്. എന്ത്? വിദ്യ തന്നെ മഹാധനം അല്ലെ? വിദ്യ തന്നെ മഹാധനം എന്നതാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. ആരുടേതാണ്? മഹാകവി ഉള്ളൂരിൻ്റെതാണ് ഇത് അല്ലെ? നമ്മുടെ ഫസ്റ്റ് പാഠം വിദ്യ തന്നെ മഹാധനം എന്നത് മഹാകവി ഉള്ളൂരിൻ്റെതാണ്. ഉള്ളൂരിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് അറിയോ ഉള്ളൂരിനെ? ആരാണ് ഉള്ളൂര്? കഴിഞ്ഞ കുറെ ക്ലാസ്സുകളായി മിസ് പറയുന്ന കാര്യങ്ങളാണ്. ഉള്ളൂർ ആരാണ്? ആധുനിക കവികളിൽ ഒരാളല്ലേ? ഓക്കെ, ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് ഉള്ളൂർ. കവിത്രയം എന്ന് പറഞ്ഞ എത്ര പേരാണ്? 3 അല്ലേ? 3 പേര്. ത്രയം എന്ന് പറഞ്ഞാൽ 3 എന്നാണ് അർത്ഥം അല്ലെ? ത്രയം. അപ്പൊ കവിത്രയം 3 പേരില് ആധുനിക കവിത്രയങ്ങളില് ഒരാളാണ് ഉള്ളൂർ. ആരൊക്കെയാണ് ആധുനിക കവിത്രയങ്ങള്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ, വള്ളത്തോൾ, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഇതാണ് ആധുനിക കവിത്രയങ്ങൾ അല്ലെ? ആശാൻ കുമാരനാശാൻ അല്ലെ? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ അല്ലെ? അങ്ങനെ 3 പേരാണ് കവിത്രയങ്ങൾ, ആധുനിക കവിത്രയങ്ങൾ. ആധുനിക കവിത്രയങ്ങളെ പറ്റി പറയുമ്പോ പ്രാചീന കവിത്രയങ്ങളുണ്ട്. പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ചെറുശ്ശേരി കഴിഞ്ഞിട്ട് എഴുത്തച്ഛൻ. ഓക്കെ, എഴുത്തച്ഛൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, അദ്ദേഹമാണ് എഴുത്തച്ഛൻ അല്ലെ? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. ഇതാണ് ആര്? പ്രാചീന കവിത്രയങ്ങൾ അല്ലെ? അപ്പൊ ആധുനിക കവിത്രയങ്ങൾ നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ആധുനിക കവിത്രയങ്ങള്, പ്രാചീന കവിത്രയങ്ങള്. ആധുനിക കവിത്രയങ്ങള് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. പ്രാചീന കവിത്രയങ്ങളോ? കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, എഴുത്തച്ഛൻ അല്ലെ? ഓക്കെ, അപ്പൊ ഇവർക്കൊക്കെ ഫുൾ നെയിമും മിസ് പറഞ്ഞു. ആശാൻ കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോ അതിൽപ്പെട്ട ഉള്ളൂരിന്റെ കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിദ്യ തന്നെ മഹാധനം എന്ന കവിത അല്ലെ? ഓക്കെ, അപ്പോ നമുക്കൊന്ന് ഉള്ളൂരിനെ പറ്റി നമുക്കറിയാം. അവിടെ ഉണ്ട്, നെക്സ്റ്റ് പേജിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഉള്ളൂര് ആരാണ്, എന്താണ് എന്നൊക്കെ. ആധുനിക കവിത്രയത്തിൽപ്പെട്ട കവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്നാണ് പൂർണ്ണമായ പേര്. ഉള്ളൂർ ഉല്ലേഖ ഗായകൻ എന്ന് പലരും വിശേഷിപ്പിച്ചിട്ടുണ്ട്. 1877 ജൂൺ 5 ജനിച്ചു. കർണഭൂഷണം, പിങ്കള, ചിത്രശാല എന്നീ ഖണ്ഡകാവ്യങ്ങളും താരാഹാരം, തരങ്കിണി,
മണിമഞ്ജുഷ, കിരണാവലി, കൽപ്പശാഖി തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും രചിച്ചിട്ടുണ്ട്. ഉമാകേരളം എന്നൊരു മഹാകാവ്യവും കേരള സാഹിത്യ ചരിത്രവും ഉള്ളൂരിന്റെ പ്രശസ്തിക്ക് മാറ്റുകൂട്ടുന്നു. 1949 അന്തരിച്ചു. അല്ലെ? ഉള്ളൂരിനെ പറ്റി ചെറിയൊരു ഖണ്ഡികയുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കണം എന്താണെന്ന്. അല്ലെ? മഹാകവി ഉള്ളൂരിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോ വിദ്യ തന്നെ മഹാധനം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരുപാട് പാടാനൊന്നും മിസ്സിന് അറിയില്ല, അവിടെ വായിച്ചു നോക്കാം. വിത്തമെന്തിന്നുമർത്യന് വിദ്യ കൈവശമാവുകിൽ, വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ടു കരുതേണമോ. വിദ്യ വിട്ടു നരന്നാമോ വിശ്വംഭരിയിൽ വാഴുവാൻ, ആയുധം കയ്യിലില്ലാത്തോൻ അടരാടുന്നതെങ്ങനെ. പുറങ്കണ്ണു തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ, അകക്കണ്ണു തുറപ്പിക്കാനാശാൻ ബാല്യത്തിലെത്തണം. അന്നമേകുന്നവൻ മോദമപ്പോൾ മാത്രമണച്ചിടും, ആജീവനാന്തമാനന്ദമരുളും വിദ്യ നൽകുവോൻ. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുന്തോറുമേറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. വിദ്യ തന്നെ പരം നേത്രം, ബുദ്ധി തന്നെ പരം ധനം, ദയ തന്നെ പരം പുണ്യം, ശമം തന്നെ പരം സുഖം. അല്ലെ? ഉള്ളൂരിന്റെ ദീപാവലി അല്ലെ? ഇന്നാണ് നമ്മൾ എടുത്തത് ഇന്നത്തെ വിദ്യ തന്നെ മഹാധനം എന്ന വരികൾ. അപ്പോ കുറച്ച് വരികളുണ്ട്, അത്രേ ഉള്ളൂ. വിത്തമെന്തിനും അത്യന്, ഒന്നുകൂടി അത് വായിച്ചു നോക്കാം. വിത്തമെന്തിന് മത്യന് വിദ്യ കൈവശമാവുകിൽ, വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ടു കരുതേണമോ. വിശ്വംഭരിയിൽ വാഴുവാൻ ആയുധം കയ്യിലില്ലാത്തോനടരാടുന്നതെങ്ങനെ. പുറങ്കണ്ണു തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ, അകക്കണ്ണു തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. അന്നമേകുന്നവൻ മോദമപ്പോൾ മാത്രം അണച്ചിടും, ആനന്ദമരുളും വിദ്യ നൽകുവോൻ. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുന്തോറുമേറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. വിദ്യ തന്നെ പരം നേത്രം, ബുദ്ധി തന്നെ പരം ധനം, ദയ തന്നെ പരം പുണ്യം, ശമം തന്നെ പരം സുഖം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെ? എന്താണ് നിങ്ങൾക്ക് അതിന് മനസ്സിലായിട്ടുള്ളത്? വിദ്യയാണ് മഹാധനമായിട്ടുള്ളതെന്ന് മനസ്സിലായി അല്ലെ? മനസ്സിലായോ? അത് പാഠത്തിന്റെ പേരിലേതായാലും മനസ്സിലായി. വിദ്യയാണ് ഏത്? മഹാധനം. ധനം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഏറ്റവും നല്ല ധനമായിട്ടുള്ളത് മഹത്തായ ധനം, പണം. ഓക്കെ, മഹത്തായ ധനം ഏതാണ്? വിദ്യയാണ് എന്നാണ് പറഞ്ഞത്. പിന്നെന്താണ് പറയുന്നത് കവി? അതിൽ എന്തൊക്കെയാ പറഞ്ഞു നോക്കാം. വിത്തമെന്തിനും മർത്യന്. വിത്തം എന്ന് പറഞ്ഞാലും എന്താണ്? ധനം. ധനം എന്തിനാണ്? മർത്യന്. മർത്യൻ അരമർത്യൻ? മനുഷ്യൻ. മനുഷ്യൻ. ഓക്കെ, മർത്യൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനുഷ്യൻ. വിത്തം ധനം. വിത്തം ധനം. അപ്പൊ വിത്തം എന്തിനാണ് മർത്യന്? എന്തിന്? വിദ്യ കൈവശമാവുകിൽ. വിദ്യയുള്ള മനുഷ്യനെ ഒരിക്കലും എന്തിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്? വിത്തത്തിന്റെ, ധനത്തിന്റെ ആവശ്യമില്ല. വിദ്യ ഉണ്ടെങ്കിൽ തന്നെ ധനം താനെ വന്നോളും എന്നാണ് അർത്ഥം. അല്ലെ? പണം നമുക്ക് കയ്യിലേക്ക് വന്നോളൂ. എങ്ങനെ? ജോലി. നമുക്കിപ്പോ വിദ്യ ഉണ്ടെങ്കിൽ, കൈവശമുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ, എന്തൊക്കെ മാർഗങ്ങൾ വിദ്യയുള്ള ആളുകൾ പൈസ ഉണ്ടാക്കുന്നല്ലേ? നമുക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഇതിനിടയ്ക്ക് ഒരു സ്റ്റുഡൻസ് ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നോ? നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ അതില്? ഓക്കെ, എല്ലാ മക്കളും ഉണ്ടായിരുന്നു അല്ലെ? നമ്മുടെ 7th സ്റ്റാൻഡേർഡിൽ ഒരുപാട് കുട്ടികൾ അതിലുണ്ടായിരുന്നു. അപ്പോ അന്നത്തെ ആ ഓറിയന്റേഷൻ ക്ലാസ്സിൽ ഒരു സാറ് നമുക്ക് ക്ലാസ് എടുത്തു അല്ലെ? എടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടില്ലേ? ഓക്കെ, എന്താ അദ്ദേഹത്തിന്റെ പേര്? അഡ്വക്കേറ്റ് വാമനകുമാർ. ഓക്കെ, അഡ്വക്കേറ്റ് വാമനകുമാർ. ഓക്കെ, അദ്ദേഹം ആയിരുന്നു അന്നത്തെ ക്ലാസ് എടുത്തത് അല്ലെ? അദ്ദേഹത്തിന് ആ ഒരു ക്ലാസ്സിന് എത്ര പൈസ കിട്ടുന്ന അറിയോ നിങ്ങൾക്ക്?
സാധാരണഗതിയിൽ ഒരു ക്ലാസ് അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ 10,000 rupees ആണ്. അപ്പൊ നമുക്ക് ആയതുകൊണ്ട് സാറിന് വ്യക്തിപരമായ പരിചയം ഉള്ളത് കൊണ്ട് ലയൺസിലൊക്കെ വർക്ക് ഉള്ള ആള് ആയതുകൊണ്ട് അദ്ദേഹം നമ്മളോട് 5,000 വാങ്ങിയുള്ളൂ. മനസ്സിലായോ? അപ്പൊ വിദ്യ കൈവശമുള്ളവന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മിസ് പറഞ്ഞതാണ്. എന്ത്? വിദ്യ കൈവശം ഉണ്ടെങ്കിൽ അല്ലെ, അത് ആവുന്നത്ര ഉപകരിക്കുമെങ്കിൽ, അത് എങ്ങനെ ഉപകരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം എന്നാണ് മിസ് പറഞ്ഞത് അല്ലെ. അപ്പോ ഏറ്റവും മഹാധനമായിട്ടുള്ളത് വിദ്യ തന്നെയാണ് അല്ലെ. ഒരുപാട് പണത്തിനെക്കാളും ബാക്കിയൊക്കെ കാണും നമുക്ക് വിദ്യ കൈവശമുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ പ്രശസ്തി നേടും. അദ്ദേഹം ഇപ്പൊ പ്രശസ്തി നേടി അല്ലെ, അതുപോലെ പണക്കാരനാവാൻ പറ്റും. ഇതൊക്കെ വിദ്യ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അതാണ് പറഞ്ഞത് ആദ്യത്തെ ലൈനിൽ. എന്ത്? വിത്തമെന്തിനും അത്യന് വിദ്യ കൈവശമാകുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ട് കരുതേണമോ. നമ്മളെ കയ്യിൽ വെണ്ണയുണ്ടെങ്കിൽ അതുപോലെ പറഞ്ഞാണ്. എന്ത്? നറുനെയ് വേറിട്ട് കരുതണ്ട അല്ലെ. വെണ്ണ ഉരുക്കിയാ പോലെ നെയ്യാവില്ലേ? അപ്പോ വിദ്യ കൈവശമുള്ളവന് അത് വേണ്ടവണ്ണം ഉപകരിച്ചു കഴിഞ്ഞാൽ എന്തായി? ധനം ഇഷ്ടം പോലെ വന്നുകൊള്ളു, പ്രശസ്തിയും വന്നുകൊള്ളു അല്ലെ. അതുപോലെയാണ് പറഞ്ഞത്. എങ്ങനെയാ, ഏതുപോലെ എന്നാ പറഞ്ഞേ? വെണ്ണയുള്ളവന്, കൈവശം വെണ്ണയുള്ളവന് നറുതൈ വേറെ കരുതേണ്ട ആവശ്യമില്ല. അതേപോലെയാണ് എന്ത്? വിദ്യ കൈവശം ഉണ്ടെങ്കിൽ അത് വേണ്ടവണ്ണം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് വരും? വിത്തം വന്നുകൊള്ളും എന്നാണ് പറഞ്ഞത്. അടുത്ത എന്താണ്? വിദ്യ വിട്ട് നരന്നാമോ. നരൻ എന്താ അർത്ഥം? നരൻ സിനിമ കണ്ടിട്ടില്ലേ നമ്മള്? നരൻ എന്ന് പറഞ്ഞ മനുഷ്യൻ എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പൊ വിദ്യ വിട്ട് നരന്നാമോ, നരനെ ആകുമോ, മനുഷ്യനെ ആകുമോ. എന്ത്? വിശ്വംഭരിയിൽ വാഴുവാൻ. വിശ്വംഭരി, വിശ്വംഭരി ഭൂമി അല്ലെ. വിശ്വംഭരി ഭൂമി, ലോകം എന്നർത്ഥം വിശ്വംഭരി. അപ്പോ വിദ്യ വിട്ടിട്ട് നരന്, അതായത് മനുഷ്യന് ഈ ഭൂമിയിൽ വാഴുവാനാവില്ല അല്ലെ. വിദ്യയാണ്. മനസ്സിലാവുന്നല്ലോ നിങ്ങൾക്ക്? നിങ്ങൾക്കായാലും എന്ത് വേണം? വിദ്യയാണ് വേണ്ടത് എന്നാണ് പറയുന്നത് അല്ലെ. വിദ്യ, അറിവ് കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആരെയും പേടിക്കണ്ട എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾ ഇപ്പം കിട്ടുന്ന ഈ വിദ്യ വേണ്ടവണ്ണം ഉപകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നാളെ വലിയ ആളാവാൻ പറ്റും. അന്ന് അദ്ദേഹം പറഞ്ഞ ക്ലാസ്സിൽ 13 വയസ്സും 14 വയസ്സും ഉള്ള ആളുകളാണ് ഇന്ന് പ്രശസ്തിയുടെ ആളുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളിപ്പം 2 വർഷം കൂടെ കഴിഞ്ഞ ആ ഒരു പ്രായത്തിൽ എത്തും അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ആ ടൈമിലാ നിങ്ങളിപ്പോ ഓടുന്ന കേട്ടോ. ഓർമ്മിച്ചോ ആ ക്ലാസ്സിൽ അല്ലേ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഏകദേശം 13 വയസ്സാവാറായി, 14 വയസ്സാവാറായി എന്നൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. കുറെ പേരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 14 വയസ്സിൽ ഇന്ന് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു ഒക്കെ. അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന സമയത്ത് നല്ലതുപോലെ അത് വേണ്ടുവണ്ണം ഉപകരിച്ചാല് നാളെ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ വിദ്യ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും നേടാം അല്ലെ. ഈ ലോകത്തില്, ഈ ഭൂമിയില് എന്ത് വിദ്യ ഉണ്ടെങ്കിൽ നരന് എന്തും നേടാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ വിദ്യ വിട്ടിട്ട് നമുക്ക് ഈ ഭൂമിയിൽ വാഴുവാൻ കുറച്ച് പ്രയാസമാണ്. അത് ഏതുപോലെ എന്നാണ് പറഞ്ഞത്? ആയുധം കയ്യിൽ ഇല്ലാത്തോൻ അടരാടുന്നത് എങ്ങനെ. ആയുധം കൈവശമില്ലാത്തവന് യുദ്ധം ചെയ്യാൻ പറ്റുമോ? അടരാടുക, യുദ്ധം ചെയ്യുക അല്ലെ. ആയുധം കയ്യിലില്ലാത്തവന് യുദ്ധം ചെയ്യാൻ പറ്റില്ല. പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഒന്ന് പ്രതിരോധിക്കാൻ വേണം അല്ലെ. നമ്മളെ കാര്യങ്ങളിൽ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോ നമുക്ക് പ്രതിരോധിക്കാൻ. ചിലവർ പറയും ഞാൻ കരാട്ടെ പഠിച്ചിട്ടുണ്ട് അല്ലെ, അതുകൊണ്ട് എനിക്ക് ആയുധമൊന്നും വേണ്ട. പക്ഷെ ആയുധം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വേണ്ടവണ്ണം അവരെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെയാണ് എന്ത്? വിദ്യ വിട്ട് നരന് ഭൂമി വാഴുന്ന പോലെയാണ് വിദ്യ വിട്ടിട്ട്, അതായത് വിദ്യയില്ലാതെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത പോലെയാണ് ആയുധം കയ്യിലില്ലാത്തവൻ യുദ്ധം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിന്നെയോ അടുത്ത ലൈൻസിൽ എന്നാ പറയുന്നത്? പുറങ്കണ്ണു തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ. എന്താ പറഞ്ഞത്? പുറങ്കണ്ണ് തുറപ്പിക്കുന്നത് ആര്? അംശുമാൻ. ആരാ അംശുമാൻ? സൂര്യൻ. അംശുമാൻ സൂര്യൻ. അപ്പോ പുറങ്കണ്ണ് തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ. രാവിലെ ആര്? സൂര്യൻ ഉദിച്ചു വരുന്നുണ്ടല്ലേ. അപ്പൊ നമ്മള് സൂര്യൻ ഉദിക്കുമ്പോഴാണല്ലേ പുലർന്നു, ഇപ്പൊ എഴുന്നേക്കാനായി എന്നില്ലേ പുറങ്കണ്ണ് നമുക്ക് തുറന്നു വരുന്നല്ലേ.
എന്താണ് രാവിലെ ആയി എഴുന്നേക്കാൻ, രാവിലെ ആയാലും എഴുന്നേക്കാത്തവരുണ്ടാവുമല്ലേ ഇപ്പൊ. കുറെ കാലായിട്ട് കൊറോണയിലായിട്ട് ഒരു 9 മണി വരെ 10 മണിയെല്ലാം ഉറങ്ങുന്ന കുട്ടികളാണല്ലേ, ആണോ എല്ലാവരും? ഒരു 8 മണി വരെ. ഒരാഴ്ചക്ക് മുന്നേ ആയിരുന്നു. ഒരാഴ്ചക്ക് മുന്നേ. അതെ. ഇപ്പൊ ഒക്കെ ആയോ? ശല്യം. ഇനി ആദ്യം തുടങ്ങി, ജൂൺ ആരംഭിച്ചു. ഇനി ആദ്യം ഇപ്പൊ രാവിലെ ഞാൻ എഴുന്നേക്കേണ്ടി വരും 7 മണിക്ക് അല്ലേ. 7:45 പഴയത്. ഇപ്പൊ 7 മണിയാക്കിയത്. 6 മണിക്ക് എണീക്കണം. 6 മണിക്കെങ്കിലും എഴുന്നേക്കണം, എന്നാലേ നമുക്ക് കുളിച്ച് നല്ല റെഡിയായി 7 o'clock നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ എണീക്കണം നിങ്ങൾ. ഒരു 6 o'clock നമ്മൾ എഴുന്നേറ്റിട്ട് ഇരിക്കണം, എന്നാലേ നമുക്ക് ഒന്ന് ഉഷാറായി ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ എങ്ങനെയാ ഉറക്കച്ചടവോടെ ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റൊന്നും പറ്റില്ല അല്ലേ. ഓക്കെ, അങ്ങനെ ആവാൻ പാടില്ല. നേരത്തെ എഴുന്നേറ്റ്. അപ്പോ അംശുമാൻ, സൂര്യൻ, അംശുമാൻ വേർഡ്സ് എല്ലാം ശ്രദ്ധിക്കണേ. നല്ല നല്ല വേർഡ്സുകൾ കുറെ ഉണ്ട്, അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോ പുറംകണ്ണ് തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ നമ്മുടെ പുറംകണ്ണ് പുലർവേളയിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോ നമ്മുടെ പുറംകണ്ണ് എന്ത് ചെയ്യും? തുറപ്പിക്കും. പക്ഷെ അകക്കണ്ണോ? അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. ആരാ ആശാൻ? ആശാൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ. ഓക്കെ, വിദ്യ നൽകുന്ന ആളാണ് അല്ലെ, നമുക്ക് വിദ്യ തരുന്ന ആള്, അതായത് ഗുരു, ആശാൻ. അത് അവരെന്താ ചെയ്യല്? അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. അപ്പൊ ചെറിയ പ്രായത്തിൽ നമുക്ക് ആരാണ് വിദ്യ പറഞ്ഞു തരുക? ആശാൻ അല്ലേ. പള്ളിക്കൂടത്തിൽ പോയി നമുക്ക് ഗുരുനാഥൻ വിദ്യ തരും. അകക്കണ്ണ് അങ്ങനെയാണ്, വിദ്യ കിട്ടുമ്പോഴാണ് നമ്മുടെ അകക്കണ്ണ് തുറക്കുന്നത്. അതായത് നമുക്ക് വിദ്യ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ശരിയായ ഒരു ബോധം ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞത്. പായൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. പായൽ ലേറ്റ് ആയല്ലോ മോളെ. നെറ്റ് കിട്ടിയില്ലായിരുന്നോ? ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ക്ലാസ് കഴിയാറായി ഏകദേശം. അടുത്ത ക്ലാസ് നെറ്റ് കിട്ടിയില്ലായിരുന്നോ? അല്ല ടൈം ടേബിൾ ശ്രദ്ധിച്ചില്ലേ? ഓക്കെ, അപ്പൊ അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം എന്നാണ് പറഞ്ഞത് അല്ലേ. നമുക്ക് നല്ല അറിവ് കിട്ടിയാൽ മാത്രമേ, അതായത് ഗുരുവിന്റെ കയ്യിൽ നിന്ന്, അതായത് ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് നല്ല വിദ്യ കിട്ടുമ്പോൾ മാത്രമേ നമ്മുടെ അകക്കണ്ണ് തുറക്കൂ. അതായത് ശരിയായ അറിവ് ലഭിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നല്ല ബോധം ഉണ്ടാവും എന്നാണ് ആ 3 ലൈൻസിൽ പറഞ്ഞത്. അപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം എന്താ മനസ്സിലായി? വിദ്യയാണ് മഹാധനമായി. ഇന്ന് അത്രേ നമ്മൾ പറയുന്നുള്ളൂ. വിദ്യയാണ് മഹാധനമായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ. ഏതാണ്? വിദ്യയാണ്, അറിവാണ് നമുക്ക് മഹാധനമായിട്ടുള്ളത് അല്ലെ. അറിവ് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് അത് വേണ്ടവണ്ണം നമ്മൾ ഉപയോഗിച്ചാല് ബാക്കിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു ചേരും എന്നാണ് പറയുന്നത് അല്ലെ. 3 ലൈൻസ് ഒന്നുകൂടി വായിക്കാതെ. വിത്തമെന്തിന്നുമർത്യന് വിദ്യ കൈവശമാവുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ടു കരുതേണമോ. വിദ്യ വിട്ടു നരന്നാമോ വിശ്വംഭരിയിൽ വാഴുവാൻ ആയുധം കയ്യിലില്ലാത്തോ നടരാടുന്നതെങ്ങനെ. പുറംകണ്ണു തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ അകക്കണ്ണു തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. 3 ലൈൻസ് ആണ് നമ്മളെ പഠിച്ചത് അല്ലെ ഇന്ന്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക? ഇത് നല്ലതുപോലെ വായിക്കുക കുറെ പ്രാവശ്യം. അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ ഞാൻ വായിപ്പിക്കും. അപ്പൊ എന്ത് ചെയ്യണം? നല്ലതുപോലെ വായിച്ചിട്ട് വരണം. പിന്നെ നിങ്ങൾക്ക് ഇന്നൊരു വർക്കുള്ള എന്താണെന്നറിയോ? നമുക്ക് ഒരു നോട്ട്ബുക്ക് ഉണ്ട്, കുറെ നോട്ട്ബുക്ക് ഉണ്ട്. അതിലൊന്ന് മലയാളം സിംഗിൾ ലൈൻ ഉണ്ട്, പിന്നെ ഒരു 2 ലൈൻ ഒരു കോപ്പിയും കൂടി ഉണ്ട്, ഹിന്ദിക്കും ഇംഗ്ലീഷിനും. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? നോട്ട്ബുക്കില് ഒരു 4 ലൈൻ ഉണ്ടാവും, ഒരു 2 ലൈൻ ഉണ്ടാവും, വേറെ ഒരു 2 ലൈനും ഉണ്ടാവും. ഉണ്ടോ? ഓക്കെ, അപ്പൊ അതില് ഈ 2 ലൈൻ ബുക്കില് ഒന്ന് എടുക്കുക നിങ്ങള്. ഒന്ന് ഹിന്ദിക്കാണ് ഓൾറെഡി, ഒന്ന് വേണ്ടത് ഹിന്ദിക്കാണ്. അപ്പൊ ആ 2 ലൈൻ ബുക്കിൽ നിങ്ങൾ എന്ത് എഴുതണം? മുകളിൽ ഒന്ന് സ്വരാക്ഷരങ്ങളിൽ ഹെഡിങ് എഴുതുക.
ഓക്കെ, സ്വരാക്ഷരങ്ങളിൽ ഹെഡിങ് എഴുതുക. ആദ്യം നിങ്ങൾ മലയാളം കോപ്പിയിൽ എഴുതണം. അത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ അല്ലെ. ഇന്നത്തെ ഡേറ്റ് എഴുതുക മാർജിന്റെ തൊട്ടിപ്പുറത്ത്. എന്നിട്ട് കോപ്പിയിൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് എഴുതണം? സ്വരാക്ഷരങ്ങളുടെ മേലെ ഹെഡിങ് എഴുതുക. എന്നിട്ട് സ്വരാക്ഷരങ്ങൾ ഏതാണെന്ന് അറിയാലോ, ഞാൻ പറഞ്ഞു തരണോ? വേണ്ട. ഓക്കെ, അത് നിങ്ങള് അതില് ഒരു പേജിൽ ഫുൾ എഴുതുക. ഓക്കെ, ആ കോപ്പി ബുക്കിൽ, അതായത് 2 ലൈൻ ബുക്കിൽ. മറ്റേ 4 ലൈൻ ഇംഗ്ലീഷിനാണ്. ആ, എന്താണ് മോനെ? മെയിൻ നോട്ട്ബുക്ക് സിംഗിൾ ലൈൻ ആണോ? അല്ല, സിംഗിൾ ലൈൻ നിങ്ങൾക്ക് 8 ബുക്കാറ്റം ഓൾറെഡി ഉണ്ടാവും. അത് ഓരോ സബ്ജക്റ്റിനും സിംഗിൾ ലൈൻ ഉണ്ട്. മലയാളത്തിൽ സിംഗിൾ ലൈൻ അല്ലേ? മലയാളത്തിലും സിംഗിൾ ലൈൻ ആണ്. പിന്നെ ഒരു കോപ്പി ബുക്ക് നിങ്ങൾക്ക് ഉണ്ട് എക്സ്ട്രാ. മനസ്സിലായോ? അതായത് ഇംഗ്ലീഷ് നിങ്ങൾക്ക് 2 ബുക്ക് ഉണ്ടാവും. ഒരു സിംഗിൾ ലൈനും ഉണ്ട്, ഒരു 4 ലൈൻ ബുക്കും ഉണ്ടാവും. ആ 4 ലൈൻ നിങ്ങൾക്ക് കോപ്പി എഴുതാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അതുപോലെ നിങ്ങൾക്ക് 2 2 ലൈൻ ബുക്ക് ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഒന്ന് ഹിന്ദിക്കും ഒന്ന് മലയാളത്തിനും. അപ്പൊ മലയാളം ആ കോപ്പി ബുക്കില്ലേ, അതായത് 2 ലൈൻ ബുക്ക്, ആ 2 ലൈൻ ബുക്കിൽ നിങ്ങൾ സ്വരാക്ഷരങ്ങളുടെ ഹെഡിങ് എഴുതിയിട്ട് ആ ഒരു പേജ് മുഴുവൻ നിങ്ങൾ സ്വരാക്ഷരങ്ങൾ എഴുതണം. അത് നിങ്ങൾ നോക്കിയിട്ടല്ല എഴുതണ്ട കേട്ടോ. ആദ്യം നിങ്ങൾ നോക്കി നല്ല നീറ്റിൽ എഴുതുക. പിന്നെ അത് എഴുതാൻ കാണാതെ പഠിക്കണം. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ജസ്റ്റസ് ഓക്കെ അല്ലേ മക്കളെ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. ആരാധ്യക്ക് കേൾക്കുന്നില്ലേ? ആരാധ്യ, നെറ്റിന്റെ എന്തോ പ്രശ്നമുണ്ട് തോന്നുന്നു ആരാധ്യക്ക്. ഷാനിഫ് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ സമയം കഴിയാറായി. ഓക്കെ, ഇനി 1 മിനിറ്റേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ആ ഹോംവർക്ക് നല്ലതുപോലെ എഴുതുക ഞാൻ പറഞ്ഞത്, അതായത് കോപ്പി ബുക്കിൽ 2 ലൈൻ ബുക്കിൽ. ഓക്കെ, ബൈ. See you. Bye. Bye. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഓക്കെ, ബൈ.